എല്ലാവർക്കും നമസ്കാരം. പണ്ട് ഞാൻ ജോലി സംബന്ധമായിട്ട് വാടകയ്ക്ക് താമസിച്ചിരുന്ന കെട്ടിടത്തിൻ്റെ തൊട്ടടുത്ത് മറ്റൊരു കുടുംബം താമസിച്ചിരുന്നു. അതിനും എൻ്റെ സുഹൃത്താണ്. ഇയാൾ ഈ ജോലി ചെയ്ത് കിട്ടുന്ന പൈസയിൽ അത്യാവശ്യം വീട്ടു ചെലവ് കഴിച്ച് ബാക്കിയുള്ളത് മുഴുവൻ മദ്യപാനത്തിനായിട്ട് ചിലവാക്കുന്നത്. അപ്പോൾ 2 പെൺകുട്ടികളെ അവർക്ക്, ഒരാൾ ഡിഗ്രിക്ക് ഒരാൾ പ്രീ ഡിഗ്രിക്കും പഠിക്കുന്ന സമയം. അപ്പോൾ ഈ പെൺകുട്ടികൾ ഇപ്പം ഞങ്ങളുടെ ഫാമിലി സുഹൃത്തുക്കളായതുകൊണ്ട് അവർ വീട്ടിൽ വരുമ്പം ഇങ്ങനെ അച്ഛൻ്റെ മദ്യപാനത്തെക്കുറിച്ച് ഇങ്ങനെ പറയും. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളിൽ ആരെയാണ് അച്ഛന് കൂടുതൽ ഇഷ്ടം? അങ്ങനെ പറഞ്ഞ് മൂത്ത കുട്ടി പറഞ്ഞ് എന്നെ ഇഷ്ടമെന്ന് പറഞ്ഞു. എന്നാൽ ഒരു മണി ചെയ്യും. രാവിലെ എഴുന്നേൽക്കുമ്പം, അതായത് വൈകിട്ടൊന്നും സംസാരിക്കരുത്, വൈകിട്ടാണ് മദ്യപിക്കുന്നത്. അപ്പോൾ വൈകിട്ട് മദ്യപിച്ച് വരുമ്പോൾ ഒന്നും സംസാരിക്കരുത്. രാവിലെ എഴുന്നേറ്റ് പത്രമൊക്കെ നോക്കി ഡീസൻ്റായിട്ടിരിക്കുന്ന സമയത്ത് മോള് ചെന്ന് അച്ഛനോട് ചോദിക്കണം, അച്ഛാ ഞാനൊരു കാര്യം ചോദിച്ചാൽ അച്ഛന് വിഷമം തോന്നുമെന്ന് ചോദിക്കണം. ചോദിച്ചിട്ട് അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറയും. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കണമെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ചോദ്യം പറഞ്ഞു കൊടുത്തു. അപ്പോൾ ശരിയെന്നും പറഞ്ഞ് ഇവൾ പോയി. പിറ്റേ ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റ് പ്രഭാത കർമ്മങ്ങളൊക്കെ നടത്തിക്കൊണ്ട സമയത്ത് ഈ സുഹൃത്ത് വീട്ടിലേക്ക് ഓടിക്കയറുമെന്ന് വെച്ചൊന്ന്, സാറേ പിന്നെ എൻ്റെ മോൾ എന്നോട് ഹൃദയഭേദകമായൊരു ചോദ്യം ചോദിച്ചു, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, എന്നാ ചോദിച്ചേ? ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ, എന്താ ചോദിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എൻ്റെ സാറേ അവൾ എന്നോട് ചോദിച്ചു, അച്ഛാ ഞാൻ മരിച്ചാൽ അച്ഛൻ എന്നെ എവിടെയാണ് അടക്കം ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഒരു ഹിന്ദുക്കളപ്പം മരിച്ചു കഴിഞ്ഞാൽ സാധാരണ സ്വന്തം പറമ്പിലൊക്കെ ആണല്ലോ അടക്കുന്നത്. അപ്പോൾ ഇവർക്ക് സ്വന്തമായിട്ട് ഒരു സെൻറ്റ് ഭൂമിയോ ഒന്നുമില്ല. ഈ ജോലി കൊണ്ട് ജീവിക്കുന്നത് മാത്രമല്ലാതെ ഒറ്റ പൈസ സമ്പാദ്യമില്ല. അപ്പോൾ അതാണ് ഇവർക്ക് ഇങ്ങനെ വിഷമം. അപ്പോൾ ഇങ്ങനെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, അത് ശരിയല്ലേ, ഇയാൾ ഇങ്ങനെ ഉള്ള പൈസ മുഴുവൻ കുടിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടികളുടെ കാര്യം ആര് നോക്കും? എന്ത് ചെയ്യും? ഭാവിയിലേക്ക് എന്താണോ ഉള്ളതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു പണിക്ക് ഒരു ചിട്ടി കൂട്, എന്നിട്ട് ഈ മദ്യപാനം നിർത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നിർത്താൻ പറ്റും, കാരണം എനിക്ക് എൻ്റെ പിള്ളേരാ വലുത്, ഞാനത് ഇപ്പോഴാണ് മനസ്സിലാക്കിയത്, ഇത്ര ഭീകരമായിട്ട് ഇവിടെ ചോദിക്കുമെന്ന് വിചാരിച്ചില്ല എന്ന് പറഞ്ഞു. ശരി, അങ്ങനെയാണ് ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്നും പറഞ്ഞ് ഇയാളെ കൊണ്ടുപോയി ഒരു സഹകരണ ബാങ്കിൽ കൊണ്ടുപോയി ഒരു ചിട്ടിയൊക്കെ ചേർപ്പിച്ച് എന്താണെങ്കിലും 3 കൊല്ലം കൊണ്ട് ഇയാൾ മദ്യപാനമൊക്കെ നിർത്തി. 3 കൊല്ലം കൊണ്ട് ഇയാളൊരു 10 സെൻറ്റ് സ്ഥലം പുറത്തൊരു സ്ഥലത്ത് മേടിച്ച് അതിനകത്തൊരു ലോണൊക്കെ എടുത്ത് വീടൊക്കെ വെച്ച് പിള്ളേരൊക്കെ വളരെ ഹാപ്പിയായിട്ട് ഇപ്പോൾ താമസിക്കുക.